ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓപ്ഷൻ സെല്ലിങ്ങിലെ ഒരു സിമ്പിൾ സ്ട്രാറ്റജിയായ അയൺ കോണ്ടർ എന്നൊരു സ്ട്രാറ്റജി കഴിഞ്ഞ 4 വർഷത്തിൽ ഈ അയൺ കോണ്ടർ എന്ന സ്ട്രാറ്റജിയിൽ ഇൻട്രാഡേ ചെയ്തിട്ട് കഴിഞ്ഞ 4 വർഷം നമുക്ക് എത്ര പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. കൂടാതെ ഈ വീഡിയോയുടെ അവസാനം ഞാൻ എന്താണ് അയൺ കോണ്ടർ, എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നീ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ഓപ്ഷൻ സെല്ലിങ്ങിലെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ് ഈ അയൺ കോണ്ടർ എന്ന് പറയുന്നത്. ഒരു ലോട്ട് അയൺ കോണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 50,000 നിഫ്റ്റിയിൽ ചെയ്യാൻ വേണ്ടത് 50,000 റുപ്പീസാണ്. 50-60,000 ആ റേഞ്ചിൽ വരും. ഓക്കെ, നമ്മൾ കഴിഞ്ഞ 4 വർഷമായിട്ടുള്ളൊരു ഡാറ്റ വെച്ച് നമുക്ക് നോക്കാം. ഇത് സ്റ്റോക്ക് മോക്ക് എന്നൊരു വെബ്സൈറ്റാണ്. ഈ വെബ്സൈറ്റിൽ പോയിട്ട് നമുക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്യാം. കഴിഞ്ഞ 4 വർഷത്തിൽ ഇൻട്രാഡേ അയൺ കോണ്ടർ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റി എന്നുള്ള ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഒരു 10 ലോട്ട് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഈ അയൺ കോണ്ടർ എന്തെന്ന് വെച്ചാൽ നമ്മൾ അറ്റ് ദ മണി, അതായത് നിഫ്റ്റിയുടെ വാല്യൂ ഇപ്പോൾ 17,000 ആണെങ്കിൽ 17,500 സി ബൈ ചെയ്യുകയും കൂടാതെ അതിന് താഴെയുള്ള 17,400 സി സെല്ല് ചെയ്യുക. അതേപോലെ തന്നെ താഴേക്ക്, അതായത് 17,500 പോയിൻറ്റ് താഴെയുള്ള 16,500 പി ബൈ ചെയ്യുകയും 16,600 പി സെല്ല് ചെയ്യുകയും ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ നമ്മളിവിടെ കണ്ടീഷൻസ് കൊടുത്ത് 500 പോയിൻറ്റ് ബൈയും 400 പോയിൻറ്റ് സെല്ലും നമ്മൾ കണ്ടീഷൻസ് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി നമ്മൾ ഇംപ്ലിമെൻറ്റ് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. 2019 ഫെബ്രുവരി മുതൽ 2022 വരെയുള്ള കാലയളവിൽ നമ്മുടെ ഈ സ്ട്രാറ്റജി എങ്ങനെ വർക്കായിട്ടുണ്ട് നമുക്ക് നോക്കാം. ഓക്കെ, അതിന് നമ്മൾ ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാൻ. അതായത് നമ്മൾ സെല്ല് ചെയ്ത്, അതായത് 10 ലോട്ട് സെല്ല് ചെയ്തല്ലോ, സെല്ല് ചെയ്യുന്നതിന് നമ്മൾ 50% സ്റ്റോപ്പ് ലോസ് കൊടുക്കുക. അതായത് നമ്മൾ സെല്ല് ചെയ്യുന്ന പ്രീമിയം ഒരു 50 ആണെങ്കിൽ അതിൻ്റെ 50%, അതായത് 25, അതായത് ടോട്ടൽ 75 രൂപ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് സെറ്റ് ചെയ്യും. അതായത് അവിടെ കൊടുക്കാം നമുക്ക് 50%, 50% സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമുക്ക് ഈ ഒരു എൻട്രി നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കാം. എത്ര പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞ 4 വർഷത്തിലെന്ന് നോക്കാം. 2 സൈഡിൽ സ്റ്റോപ്പ് ലോസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇനി ചെയ്യേണ്ടത് എൻട്രി ഏത് സമയത്ത് എടുക്കും. അതായത് രാവിലെ 9:30 നമ്മുടെ എൻട്രി എടുത്തു കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് 2:30 നമ്മുടെ എൻട്രി ക്ലോസ് ചെയ്യുക. ആ ഒരു രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് മന്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഏത് മാസം മുതലാണ് നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുന്നത്. അതായത് 2019 ഫെബ്രുവരി മുതൽ 2022 മാർച്ച് വരെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം സ്റ്റാർട്ട് ബാക്ക് ടെസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ബാക്ക് ടെസ്റ്റഡ് റിസൾട്ട് നമുക്ക് അവിടെ വരും. ഓക്കെ, ഈ ഒരു ബാക്ക് ടെസ്റ്റഡ് റിസൾട്ട് നോക്കിയിട്ട് നമുക്ക് നോക്കാം എത്രയാണ് നമ്മുടെ ഈ 4 വർഷം കൊണ്ട് ഈ ഒരു സ്ട്രാറ്റജിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ പ്രോഫിറ്റ് എന്ന് നോക്കാം. ഓക്കെ, താഴേക്ക് നമ്മൾ അടിച്ചു നോക്കിയാൽ കാണാം പ്രോഫിറ്റ് അവിടെ. ഓക്കെ, 10 ലാഖിൻ്റെ അബോവ് പ്രോഫിറ്റ് ഉണ്ടല്ലേ. 10 ലക്ഷത്തിന് മുകളിൽ പ്രോഫിറ്റ് നമുക്ക് ഈ ഒരു 4 വർഷം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. ഓവറോൾ പ്രോഫിറ്റ് അവിടെ കണ്ടില്ലേ. അതിൻ്റെ സൈഡിൽ കാണാം ആവറേജ് പ്രോഫിറ്റ് കാണാം, ആവറേജ് ഡേ പ്രോഫിറ്റ് കാണാം. 1,500 രൂപ ഒരു ദിവസം ആണ് ആവറേജ് ഡേ പ്രോഫിറ്റ് കിട്ടുന്നത്. ഈ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ വരും. ഓക്കെ, ഇത് ശരിക്കും 10 ലക്ഷം എന്ന് കാണിച്ചത് ശരിക്കും നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് 2 എൻട്രി എക്സിറ്റ് കൊടുക്കുക എന്നല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇത് നമുക്ക് ഒരുപാട് അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം ചെയ്താൽ 10-15 ലക്ഷം വരെയൊക്കെ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. സർവീസ് ചാർജൊക്കെ കഴിഞ്ഞാലും നമുക്ക് 10-12 ലക്ഷം നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും ഈ ഒരു സ്ട്രാറ്റജിയിലൂടെ. പക്ഷേ അതിന് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റും കൂടെ പഠിക്കണം. ഇവിടെ നിങ്ങൾക്ക് കാണാം മാസത്തിൽ ഏതൊക്കെ മാസമാണ് പ്രോഫിറ്റ് ഉണ്ടായത്, ഏതൊക്കെ മാസം. എല്ലാ വർഷത്തിലെയും പ്രോഫിറ്റ് അവിടെ കാണാം. ടോട്ടൽ പ്രോഫിറ്റ് കണ്ടില്ലേ. ചില മാസങ്ങൾ 5 ലക്ഷം ഉണ്ട്, 1,80,000 ഉണ്ട്, 2 ലക്ഷം ഉണ്ട്. ഇങ്ങനെ ഈ ഒരു വർഷത്തേത് ഫുള്ളായിട്ടില്ല അല്ലേ. 3 വർഷത്തെ ഡീറ്റെയിൽസേ ഉള്ളൂ. ഈ ഒരു വർഷം ശരിക്കും 3 മാസം നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ശരിക്കും 3 വർഷത്തെ ഡാറ്റയാണിത്. 3 വർഷം കൊണ്ടാണ് ഈ ഒരു പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ അയൺ കോണ്ടോർ എന്ന സ്ട്രാറ്റജി ബാക്ക് ടെസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു സ്ട്രാറ്റജി നമുക്ക് വളരെ എഫക്റ്റീവ്, അത് സിമ്പിൾ, വലിയ ടെൻഷൻ ഇല്ലാതെ ചെയ്യാം. വളരെ ഔട്ട് ഓഫ് ദ മണിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഔട്ട് ഓഫ് ദ മണിയിൽ ചെയ്യാൻ വലിയ മൂവ്മെൻറ്റ് ഉണ്ടെങ്കിലും നമ്മൾ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇനി പഠിക്കേണ്ടത്. ഈ അഡ്ജസ്റ്റ്മെൻറ്റ് പഠിച്ചാൽ നിങ്ങൾക്ക് ഇതിനും കൂടുതൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് നമ്മൾ കറക്റ്റായിട്ട് നമ്മളൊരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക. അതിന് അഡ്ജസ്റ്റ്മെൻറ്റ് എങ്ങനെ ചെയ്യാം, ഏത് രീതിയിൽ ചെയ്യാം എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സിസ്റ്റം ഉണ്ടാക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാം ഓരോ ദിവസത്തെയും പ്രോഫിറ്റ് കാണാം.
എത്രയിലാണ് നമ്മൾ എൻട്രി എടുത്തത്, സ്റ്റോപ്പ് ലോസ് എത്ര സെറ്റ് ചെയ്തത്, എത്രയാണ് അന്നത്തെ പ്രോഫിറ്റ് എത്രയാണ്, ബൈ സൈഡിൽ, കോൾ സൈഡിൽ, പുട്ട് സൈഡിൽ എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് താഴേക്ക് അടിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഓരോ ദിവസത്തെയും എൻട്രിയും എക്സിറ്റും പ്രോഫിറ്റും എല്ലാം നമുക്ക് കാണാം. ഇങ്ങനെ അയൺ കോണ്ടർ ചെയ്യുമ്പോൾ നമ്മൾ വേറെ ഒരു പോയിന്റ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഓപ്ഷൻ സെല്ലിങ് ചെയ്യുമ്പോൾ ചില ക്രൈറ്റീരിയകളുണ്ട്. അതായത് ഇന്ത്യ വിക്സ് 25 എബോവ് ആണെങ്കിൽ നമ്മൾ ചെയ്യില്ല. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു പല മാസങ്ങളിലെയും നമുക്ക് ലോസ് ഒഴിവാക്കാമായിരുന്നു. ഓക്കെ, അതുകൂടി നമ്മൾ ശ്രദ്ധിച്ചാൽ, നമ്മൾ ചെയ്യുന്ന സമയത്ത് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, അതും നോക്കിയിട്ട് ചെയ്താൽ നമുക്ക് ഇനിയും പ്രോഫിറ്റ് കൂട്ടാം. ഇത് നമുക്ക് ക്യുമുലേറ്റീവ് പ്രോഫിറ്റാണ് കാണാൻ പറ്റുന്നത്. അതായത് നമ്മുടെ പ്രോഫിറ്റിൻ്റെ ഗ്രോത്ത് എങ്ങനെയാണ് പ്രോഫിറ്റ് മുകളിലേക്ക് പോയത്, ഓരോ തുടങ്ങിയത് മുതൽ മുകളിലേക്ക് പോയത് ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ പിന്നെ പ്രോഫിറ്റ് കാണാം, അതിൻ്റെ ബാർസ് കണ്ടില്ലേ, മാക്സിമം പ്രോഫിറ്റ് എത്ര കിട്ടി, ലോസ് ഡീറ്റെയിൽസ്, ഈച്ച് ആൻഡ് എവറി ഡേ പ്രോഫിറ്റ് ലോസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതായത് കണ്ടീഷൻസ് എന്താണെന്ന് വെച്ചാൽ, ഓപ്ഷൻ സെല്ലിങ് നമ്മൾ ഭയങ്കര വോളട്ടൈൽ ആയിട്ടുള്ള മാർക്കറ്റിൽ മാക്സിമം വിട്ട് നിൽക്കുക. അങ്ങനെ വിട്ട് നിന്നുണ്ടെങ്കിൽ നമുക്ക് അതായത് ഇപ്പം നമ്മൾ കാണിച്ച 10 ലക്ഷത്തിൽ നിന്നും പിന്നെയും കൂട്ടാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ ഈ ഒരു കൊറോണ ക്രാഷ് വന്ന സമയത്ത് നമ്മൾ മാർക്കറ്റിൽ ഇത് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു വാറ്, അതായത് യുക്രൈൻ്റെ വാറ് വന്ന സമയത്ത് നമ്മൾ, അതായത് ഇന്ത്യ വിക്സ് കൂടുതലായിരുന്നു, ആ സമയത്ത് നമ്മൾ ഈ ഒരു ട്രേഡ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഇനി പ്രോഫിറ്റുകൾ കൂട്ടാമായിരുന്നു. അതായത് ആ സമയങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ ചെയ്യുക. കുറച്ച് കണ്ടീഷൻസ് നമ്മൾ സെറ്റ് ചെയ്യും, കുറച്ച് റൂൾസും നമ്മൾ സെറ്റ് ചെയ്യും. ഏതൊക്കെ സമയത്ത് ട്രേഡ് ചെയ്യാൻ പറ്റും, ഏതൊക്കെ സമയത്ത് ട്രേഡ് ചെയ്യാതിരിക്കാം, ഏതൊക്കെയാണ് നമ്മൾ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ പാലിക്കേണ്ട കണ്ടീഷൻസ് എന്താണ് എന്നീ കാര്യങ്ങളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിന് ഞാൻ ഇപ്പോൾ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യം, അതായത് നമ്മളിപ്പോൾ ഓപ്ഷൻ സെല്ലിങ്ങിൽ, അതായത് അയൺ കൗണ്ടറിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. പക്ഷേ അതിന് മുമ്പ് എന്താണ് അയൺ കൗണ്ടർ എന്നുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, പിന്നെ അടുത്ത വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് പറയും. കൂടാതെ തന്നെ അതിൻ്റെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം, എങ്ങനെ ട്രേഡ് എടുക്കാം എന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ പറയും. അപ്പോൾ ആദ്യം ഇപ്പോൾ ഉദാഹരണത്തിന് നിഫ്റ്റി 17,000-ലാണ് നിൽക്കുന്നത് എന്ന് വെച്ചോ. 17,000-ലാണ് രാവിലെ. ഇപ്പോൾ നമ്മൾ 9:30 മാർക്കറ്റ് നോക്കുന്ന സമയത്ത് നിഫ്റ്റി 17,000. അപ്പോൾ നമ്മൾ എന്ത് പണിയും, 17,500 എന്നുള്ളൊരു കോൾ ഓപ്ഷൻ ബൈ ചെയ്തിടും. അതുപോലെ തന്നെ 17,400 എന്നുള്ളൊരു കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യുകയും ചെയ്യും. ഓക്കെ, പിന്നെ 16,500 എന്നുള്ള ഒരു പുട്ട് ഓപ്ഷന് നമ്മൾ ബൈ ചെയ്യും. കൂടാതെ 16,600 എന്നുള്ള ഒരു പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യുകയും ചെയ്യും. ഇത്രേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഇത്ര നമ്മൾ ചെയ്തിട്ട് രണ്ട് സൈഡിലും സ്റ്റോപ്പ് ലോസ് കൊടുത്തത് മാത്രമാണ് നമ്മൾ ആ ഒരു ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയുള്ളൂ. പക്ഷേ നമ്മൾ സ്ട്രാറ്റജി വരുമ്പോൾ നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ഇതിൽ പഠിക്കാനുണ്ട്. മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം, താഴേക്ക് വരുമ്പോൾ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം, ആ കാര്യങ്ങൾ കൂടി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത വീഡിയോയിൽ പഠിക്കും. ഓക്കെ, നിഫ്റ്റിയിൽ 1% താഴെയാണ് മൂവ്മെൻ്റ് എങ്കിൽ ആ ദിവസം നമുക്ക് എന്തായാലും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും ഈ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട്. കാരണം നമ്മുടെ ലാസ്റ്റത്തെ ഒരു 10 വർഷത്തെ ബാക്ക് ടെസ്റ്റഡ് ഡാറ്റ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് 1% താഴെയാണ് 75% സമയങ്ങൾ വന്നിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. നമുക്ക് ലോസ് വരുന്ന ദിവസം മാക്സിമം 2% അപ്പുറം ലോസ് വരാതെ നമ്മൾ കട്ട് ചെയ്യുകയും ചെയ്യും. ഈ ഒരു സ്ട്രാറ്റജി നമുക്ക് ഇൻട്രാഡേ ബേസിലും ചെയ്യാം, പൊസിഷണൽ ബേസിലും ചെയ്യാം. നമ്മളെ സമയങ്ങളെല്ലാം നോക്കിയിട്ട്, മാർക്കറ്റ് കണ്ടീഷനെല്ലാം നോക്കിയിട്ട് ഇൻട്രാഡേ ചെയ്യണോ പൊസിഷൻ ചെയ്യണോ എന്നെല്ലാം നമുക്ക് തീരുമാനിക്കാം. കാരണം പൊസിഷൻ ചെയ്താലും നല്ല പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഈ ഒരു സ്ട്രാറ്റജി അയൺ കൗണ്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ എന്താണ് അയൺ കൗണ്ടർ, എങ്ങനെ ചെയ്യാം, മാർക്കറ്റിൽ ലൈവായിട്ടുള്ളൊരു ട്രേഡ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു. അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി. ഇത് പുതുതായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യുക. കാരണം ഇങ്ങനത്തെ കണ്ടൻറ്റുകൾ എനിക്ക് ഇനിയും ഇടാനുള്ളൊരു എൻകറേജ്മെൻ്റ് ആവും അത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ ഇതിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ പഠിക്കാം. ഓക്കെ, താങ്ക് യു.